ജിമ്മി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം വിതരണക്കാർക്ക് ഒരു പ്രത്യേക ഷോ ഏർപ്പാടാക്കിയിരുന്നു. ഈ ഷോക്കിടയിൽ നിന്നാണ് ഇങ്ങനെ രംഗങ്ങൾ ചോർന്നത് എന്നാണ് നിർമ്മാതാക്കൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ സോണി സിനിമാസിലെ ഒരു ജീവനക്കാരനെതിരെ നിർമ്മാണ കമ്പനി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ജീവനക്കാരനെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്നും നിർമ്മാണ കമ്പനി ചൂണ്ടിക്കാട്ടുന്നു. സിനിമയെ തന്നെ തകർക്കാൻ ഒരു ഗൂഢാലോചന നടന്നു എന്നാണ് XD ഫിലിം ക്രിയേറ്റീവ് മാസ്റ്ററിന്റെ നിർമ്മാണ കമ്പനി ആരോപിക്കുന്നത്. കൂടാതെ പല സ്ഥലങ്ങളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെയാണ് വലിയ തോതിൽ ഇതിന്റെ പ്രധാനപ്പെട്ട രംഗങ്ങൾ പ്രചരിക്കുന്നത്. ക്ലൈമാക്സ് രംഗങ്ങൾ, ഒപ്പം ഇൻട്രോ രംഗങ്ങൾ, കൂടാതെ വലിയ പ്രധാനപ്പെട്ട സസ്പെൻസ് നിറഞ്ഞ രംഗങ്ങൾ എന്നിവയാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പ്രചരിക്കുന്നത്. അതിനാൽ നേരത്തെ തമിഴ് സിനിമയിൽ വ്യാജ പതിപ്പുകൾ ഇറങ്ങിയപ്പോഴും അത് തമിഴ് ഫിലിം റോക്കേഴ്സ് പോലുള്ള വെബ്സൈറ്റുകളിലൂടെ പ്രചരിച്ചപ്പോൾ അത് പല തലങ്ങളിലും തടയാൻ പിന്നെയും സാധിച്ചിരുന്നു. എന്നാൽ വാട്സപ്പുകളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് ഈ രംഗങ്ങൾ പ്രചരിക്കുന്നത്. 1.5 വർഷത്തോളമുള്ള തങ്ങളുടെ അധ്വാനം കാണാതിരിക്കരുത്, ഈ ഒരു പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് ഉൾപ്പെടെ പറയുകയുണ്ടായി. ഇതിന് പിന്തുണയുമായി വിവിധ സംവിധായകരും നിർമ്മാതാക്കളും സിനിമാ താരങ്ങളും ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നിർമ്മാണ കമ്പനി ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജി അല്പസമയങ്ങൾക്കകം പരിഗണിക്കുകയും ചെയ്യും. നേരത്തെ മാസ്റ്ററിന്റെ ചിത്രീകരണത്തിനിടെയാണ് നടൻ വിജയിയെ ലൊക്കേഷനിൽ നിന്ന് ആദായനികുതി വകുപ്പ് അവരുടെ വാഹനത്തിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും വീട്ടിൽ വെച്ച് 2 ദിവസത്തോളം ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സിനിമയെ തന്നെ തകർക്കാൻ ഒരു ഗൂഢാലോചന നടന്നു എന്ന ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നത്. ജിമ്മി, മനു, തമിഴ് റോക്കേഴ്സ് പോലെയുള്ള സൈറ്റുകളാണെങ്കിൽ നിയന്ത്രിക്കാം, പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിലാകെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് അടക്കം പടർന്നാൽ എന്താണ് ചെയ്യാനാവുക? കോടതിയിൽ നിന്ന് എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? കോടതിയിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കുന്നത് നടപടി എന്തെങ്കിലും കോടതി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. സേവിയർ ബ്രിട്ടോ അടക്കമുള്ള നിർമ്മാതാക്കളാണ് ഇത് ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് വാട്സാപ്പ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഇനിയും ഉണ്ടാകരുത്, ഇതിന് അടിയന്തരമായി എന്തെങ്കിലും ഒരു സ്റ്റേ അടക്കമുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി, ഇവർ ഇത് ചോർത്തി എന്ന് ഉദ്ദേശിക്കുന്ന ആരോപിക്കുന്ന അയാളുടെ ഉദ്ദേശം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം ഇത് എങ്ങനെയാണ് ചോർത്തിയത്? നിർമ്മാണ കമ്പനി പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ വിതരണക്കാർക്കായി ഒരു പ്രത്യേക ഷോ നടത്തിയിരുന്നു. ഈ ഷോ നടത്തുന്നതിനിടെ ഈ ചില രംഗങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നതിനിടയിൽ മൊബൈലിൽ ചിത്രീകരിച്ചു എന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. അത്തരം മൊബൈലിൽ ചിത്രീകരിച്ച രീതിയിലുള്ള വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്.